യൂസ്ഡ് ഇൻ റിലേഷൻ ടു ലോവർ ലിംബ്. ഇതിന് മുമ്പത്തെ വീഡിയോ നമ്മൾ എന്തൊക്കെ പഠിച്ചിരുന്നു? ട്രങ്ക് ഭാഗമായിട്ടുള്ള ഒരു ടേംസ് നമ്മൾ പഠിച്ചു. ഇപ്പോൾ ലിംബ്സിൽ വരുന്ന ടേംസ് പഠിച്ചു. പഠിക്കാൻ പോകുന്നത് ലോവർ ലിംബ്സിൻ്റെ ഓരോ ടേംസ് പഠിച്ചു നോക്കാം. ഓക്കെ, ഈ ഭാഗം നിങ്ങൾക്ക് പഠിച്ചെന്ത് ചെയ്യാം? കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും അല്ലേ? ലോവർ ലിംബിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മനസ്സിലാകാനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ എന്താ പോയി നോക്കാം. പോസ്റ്റീരിയർ ഈറ്റ്സ് ആസ്പെക്ട്സ് ഈസ് ദ ബാക്ക് ഓഫ് ദ ലോവർ ലിംബ്. ലോവർ ലിംബിൻ്റെ ഈ ബാക്ക് പോർഷൻ നമ്മൾ എന്ത് പറയും? പോസ്റ്റീരിയർ. അപ്പോൾ മുമ്പെയുള്ള പോർഷൻ നമ്മൾ എന്ത് പറയും? ആൻറ്റീരിയർ. മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യണം? അത് പോയി ഒന്ന് കാണണം. ട്രങ്കും അപ്പർ ലിംബിലൊക്കെ എന്ത് ചെയ്യും? നമ്മളൊന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ക്ലൂ ഒക്കെ തന്ന് എന്ത് ചെയ്തു? പഠിപ്പിച്ചിരുന്നു. ഓർക്കുന്നുണ്ടോ? അപ്പം ആ വീഡിയോ കാണാത്തവർ പോയി കാണണേ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ലോവർ ലിംബിലെ ആൻറ്റീരിയറും പോസ്റ്റീരിയറും നമ്മൾ പഠിച്ചു. നമ്മൾ പോകുന്നത് മീഡിയലും ലാറ്ററലുമാണ്. Medial border lie along the big toe or hallux, medial border of leg and thigh. എന്താണ് പറയുന്നത്? അപ്പോൾ നമ്മുടെ ഈ വലിയ തള്ളവിരൽ ആരാണ്? നമ്മുടെ ഹാലിക്സും പിന്നെ നമ്മുടെ തൈ റീജിയൻ വരുന്ന ഈ ഒരു പോർഷനും പിന്നെ ലെഗ് വരുന്ന ഈ ഒരു പോർഷനൊക്കെ എന്ത് ചെയ്യാം? നമ്മൾ മീഡിയൽ ബോർഡർ എന്ന് പറയാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത പോയി നോക്കാം. ലാറ്ററൽ ബോർഡർ ലൈസ് അലോങ് ദ ലിറ്റിൽ ടോ, ലാറ്ററൽ ബോർഡർ ഓഫ് ലെഗ് ആൻഡ് തൈ. എന്തൊക്കെയാണ് പറയുന്നത്? ലാറ്ററൽ ബോർഡർ എന്ന് പറയുമ്പോൾ ഈ മീഡിയൽ ബോർഡറിന് നേരെ ഓപ്പോസിറ്റ് നമ്മുടെ കുഞ്ഞു വിരൽ പുറത്തോട്ട് നിൽക്കുന്ന ഈ തൈ റീജിയനും പിന്നെ പുറത്തോട്ടുള്ള ഈ ഒരു ലെഗ് റീജിയനും വരുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യാം? ലാറ്ററൽ ബോർഡർ എന്ന് പറയുന്നത്. അടുത്തെന്താണ്? ഫ്ലെക്സർ ആസ്പെക്ട് ഈസ് ബാക്ക് ഓഫ് ദ ലോവർ ലിംബ്. നമ്മുടെ ഈ ഒരു പോർഷനാണ് നമ്മൾ എന്ത് ചെയ്യാം? ഫ്ലെക്സർ എന്ന് പറയുന്നത്. ലോവർ ലിംബിൻ്റെ ഈ ബാക്ക് ഭാഗത്തിൽ വരുന്ന ഭാഗത്തിനാണ് എന്ത് ചെയ്യാം? ഫ്ലെക്സർ എന്ന് പറയുന്നത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എക്സ്റ്റൻസർ ആസ്പെക്ട് ഈസ് ഫ്രണ്ട് ഓഫ് ലോവർ ലിംബ്. ലോവർ ലിംബിൻ്റെ ഫ്രണ്ട് ഈ പോർഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്റ്റൻസർ എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രോക്സിമൽ ഈസ് ക്ലോസ് ടു ദ റൂട്ട് ഓഫ് ലിംബ് വൈ ഡിസ്റ്റൽ ഈസ് എവേ ഫ്രം ഇറ്റ്. മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്തായിരുന്നു പ്രോക്സിമൽ എന്നും പിന്നെ ഡിസ്റ്റൽ എന്തായിരുന്നു പറഞ്ഞു. അപ്പം ഇത് നമ്മൾ കണ്ടാലോ? പ്രോക്സിമൽ എന്ന് പറയുന്നത് ക്ലോസ് ടു റൂട്ട് ഓഫ് ലിംബ്. ഇവിടെ ഈ ഒരു പോർഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോക്സിമൽ എന്നും ഡിസ്റ്റൽ എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്റ്റൽ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ലോവർ ലിംബിൽ പഠിക്കാനുള്ള ടേംസ്. എന്തൊക്കെയാണ് പഠിച്ചിരുന്നത്? ഒന്നാമത്തത് പോസ്റ്റീരിയർ, ആൻറ്റീരിയർ, മീഡിയൽ, ലാറ്ററൽ, ഫ്ലെക്സർ, എക്സ്റ്റൻസർ, പ്രോക്സിമൽ. അപ്പർ ലിംബിലും ലോവർ ലിംബും വീഡിയോസ് നമ്മൾ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കണം. കാരണം അവിടെ എനിക്ക് ഫ്ലെക്സറും എക്സ്റ്റൻസറും നമ്മൾ എന്ത് ചെയ്യാം? ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ രണ്ട് തമ്മിലൊരു വ്യത്യാസം നമ്മൾ എന്ത് ചെയ്യാം? മനസ്സിലാക്കണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ.